ഹലോ, വെൽക്കം ബാക്ക്. കുറേ ദിവസമായി നമ്മൾ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട്. ഞാൻ ഇന്നലെ ഇതുപോലെ ഈദ് കാർഡ്സിൻ്റെ വീഡിയോസിൻ്റെ ക്രാഫ്റ്റിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തപ്പം നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാൾ എന്നോട് ഇതിൻ്റെ കാർഡിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പെരുന്നാളൊക്കെ വരുന്നതല്ലേ, എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എഡിറ്റിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ പിൻട്രസ്റ്റ് തുറന്നിട്ട് ഇതുപോലത്തെ കാർട്ടൂണിൻ്റെ പിക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മുസ്ലിം ചൈൽഡ് കാർട്ടൂൺ പിക്സ് എന്നാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറേ പിക്സ് കാണാം. അതിൽ ഓരോന്നും എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ താഴത്ത് കുറേ പിക്സ് വരില്ല. ഒന്ന് എടുക്കുമ്പോൾ അതിൻ്റെ താഴെ വേറെ വരും, അതെടുക്കുമ്പോൾ അതിൻ്റെയും താഴെ വേറെ വരും. അങ്ങനെ കുറച്ചെണ്ണം ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 6 എണ്ണമാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഡൗൺലോഡ് ചെയ്യുമ്പം ഈ ഒരു സൈഡിൽ കുറച്ച് സ്പേസ് വരുന്ന രീതിയിലുള്ള പിക്സ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അവിടെയാണ് നമുക്ക് ഈ പൈസ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് ഫുള്ളായിട്ട് ഇമേജ് വരുമ്പം നമുക്ക് പൈസ സെപ്പറേറ്റ് വെക്കാനൊരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുള്ള ഇമേജിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കേണ്ടി വരും. ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ക്യാൻവ എടുക്കാം. അതൊക്കെ പിക്സൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പോർട്രേറ്റിലുള്ള A4 ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡോക്യുമെൻ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലോഡ് ഫയൽസ് പോയിട്ട് നമ്മളെ കയ്യിലുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. എന്നിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് 6 സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ആകുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഈ അടുത്തായിട്ട് ഈ ക്യാൻവ എങ്ങനെയാണ്, എൻ്റെ ഫോണിൽ മാത്രമാണോ എന്നറിയില്ല, 2 വട്ടം ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലേ ഇതിലേക്ക് അപ്ലോഡ് ആവുള്ളൂ. ആദ്യം ഞാൻ ഈ ഒരു 6 പിക്കും സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആക്കിയിട്ട് 6 ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കിയായിരുന്നു. പക്ഷേ ഈ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് പോക്കിയിട്ട് ഈ ഫ്രെയിംസ് യൂസ് ചെയ്തിട്ട് 6 ആദ്യം ഫ്രെയിമാക്കി വെച്ചിട്ട് പിന്നെ പിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം നമുക്ക് കറക്റ്റ് സൈസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ താഴത്തുള്ള എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ കുറേ ഫ്രെയിം വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതുകൊണ്ട് അവിടെ ഫ്രെയിം വന്നുകൊണ്ട് ഞാനത് എടുത്തതാണ്. അപ്പോൾ നമ്മൾ സെർച്ച് പോയിട്ട് ഫ്രെയിം ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പുള്ള വരും. അതിവിടെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു A4 ഷീറ്റിൽ 9 വരുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ കറക്റ്റ് സൈസിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറേ ചെറുതായി പോകും. പിന്നെ കറക്റ്റ് സ്ക്വയറാണ് വേണ്ടതെങ്കിൽ ഇത് നമ്മളൊരു പോളറോയിഡ് ഷേപ്പിലല്ലേ, റെക്റ്റാങ്കിൾ ഷേപ്പിലാണല്ലോ ചെയ്തെടുക്കുന്നത്. പിന്നെ കറക്റ്റ് സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ 12 പീസ് ഇൻക്ലൂഡ് ആക്കാം. നോർമലി ഇങ്ങനെ ആക്കുന്നതാണ് കുറച്ചുകൂടി രസം ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫ്രെയിം 6 സെറ്റ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പിക്സും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ക് കണ്ടില്ല, ഒരു ബ്ലൂ കളറുള്ള ഒരു കാർട്ടൂൺ പിക്ക്, അതിൽ ഫില്ലായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ക്യാഷ് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സ്പേസ് ഉള്ളത് സെലക്ട് ചെയ്യണം. ആ ഫസ്റ്റ് നിൽക്കുന്ന ബോയിൻ്റെ കാർട്ടൂണ് അതിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്ത് രണ്ടാമത്തെ ഒരു റെഡ് കളറുള്ള കാർട്ടൂണില്ലേ ഗേളിൻ്റെ, അതിലും സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൂ കളറിൻ്റെത് ലാസ്റ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, വേറെ പിക്ക് വെക്കുന്നുണ്ട്. അതിന് സൈഡിൽ കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പം നമ്മൾ ആ ഒരു സൈഡിലേക്ക് കൂടി ആയിട്ട് മൊത്തത്തിൽ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ആ ഒരു കയ്യിൽ പൈസ അങ്ങനെ വരുന്ന രീതിയിലുള്ള അത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാനും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈദ് മുബാറക്ക് എഴുതി കൊടുക്കാം. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അതിന് വെച്ച് കൊടുത്തത്.
എല്ലാ പിക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി ഈദ് മുബാറക്ക് ടൈപ്പ് ചെയ്യുന്നതിൽ നമ്മൾ അറബിയിൽ എഴുതിയിട്ട് വെക്കുന്ന ആ ഒരു ഇതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ക്യാൻവയിൽ നല്ലോണം അറബി ഫോണ്ടൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് പോയിട്ട് ആ ഒരു ടൈപ്പ് ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈദ് മുബാറക്ക് എന്നുള്ളത് അത് ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിനും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈദ് മുബാറക്ക് എന്നുള്ളത് ഈദ് മുബാറക്ക് കാലിഗ്രഫി എന്ന് അടിച്ചു കൊടുത്താൽ ഈദ് മുബാറക്ക് എഴുതി കുറേ പിക്സ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് റിമൂവ് ബി ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. ഗൂഗിളിൽ പോയിട്ട് റിമൂവ് ബി ജി എന്ന് അടിക്കുക. അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. എന്നിട്ട് ഈ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോക്കി ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോണ്ടാണ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തത്. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡയറക്റ്റായിട്ട് A4 തന്നെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ഒരു ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡിൽ PDF പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് കിട്ടും. ഇനി ഇത് A3 സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് പോകണം 2 A4 ഷീറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ A3 പോയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇത് പോകണം ഷെയർ കൊടുത്തിട്ട് PDF പ്രിൻ്റ് തന്നെ പ്രിൻ്റ് എടുത്താൽ മതി. പിന്നെ GSM വരുന്നത് 220 300 GSM ചെയ്യാം. ലേസർ പ്രിൻ്റാണ് കേട്ടോ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു A4 ഷീറ്റിൽ മാത്രമേ പ്രിൻ്റ് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇത് തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലൈനൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെയിൻ പണിയുള്ളത്. ഇതിന് നമ്മൾ പൈസ ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അതിനി ഞാൻ കാണിച്ചു തരാം. ഡയറക്റ്റ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നതിന് പകരം പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഞാനിവിടെ ഒരു 1.5 സെൻറ്റിമീറ്ററാണ് വരച്ചു കൊടുക്കുന്നത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും 1.5 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങനെ കൈ വിടർത്തിയിട്ടുള്ള പിക്കാണെങ്കിൽ കൈയിൻ്റെ മുകളിലേക്ക് വരച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ക്യാഷ് കയ്യിൽ പിടിക്കുന്ന മാതിരിയുള്ള ഒരു ഫീൽ ഉണ്ടാവും. അല്ലാത്തതാണെങ്കിൽ സൈഡിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ബ്ലേഡില്ലേ, ഇത് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ മെല്ലെ കട്ട് ചെയ്യാൻ നോക്കട്ടോ. അഥവാ നമ്മളെ കൈ എങ്ങാൻ തട്ടി ബേക്കോട്ടായി പോയാലും മൊത്തത്തിൽ ഹോള് ഇതായിപ്പോവും, കീറിപ്പോവും. അപ്പോൾ പിന്നെ ആ ക്യാഷ് അതിലിടാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഒരാളൊരു സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേങ്കിൽ കുറേ ഡിലേ ആയിപ്പോയി. ഇനി അടുത്ത് നമുക്കൊരു സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഈദ് കാർഡ്സൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനതിന് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.